ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ ഏറ്റുമുട്ടി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും. സംസ്ഥാനത്തെ പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കിയത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. എന്നാൽ കേന്ദ്ര ഫണ്ട് ആരുടെയും ഔദാര്യമല്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് തിരിച്ചടിച്ചു. മുഹമ്മദ് റിയാസിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ കേന്ദ്ര സർക്കാരിനുള്ള പ്രൊമോഷനാണെന്ന് വി മുരളീധരൻ പറഞ്ഞു. സോഷ്യൽ മീഡിയ ഇടപെടലുകൾ തുടരുമെന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ മറുപടി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ബി.ജെ.പി. രാഷ്ട്രീയ ക്യാമ്പയിനായി ഏറ്റെടുത്തായിരുന്നു കാസർകോട്ടെ പരിപാടി. സംഘാടനം ബി.ജെ.പി. നേതൃത്വം. ബൂത്ത് തലം മുതൽ അണികളെത്തി. എന്നാൽ തുടക്കം മുതൽ നാടകീയത. മംഗളൂരുവിൽ ഇറങ്ങേണ്ട വിമാനത്തിനുണ്ടായ സാങ്കേതിക തകരാർ മൂലം കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, വി മുരളീധരൻ എന്നിവർ നേരിട്ടു പങ്കെടുക്കില്ലെന്ന് അവസാന നിമിഷം അറിയിച്ചു. പരിപാടി തുടങ്ങി വേദിയിൽ അവശേഷിച്ചത് ഇടതു വലത് ജനപ്രതിനിധികൾ മാത്രം. ഉദ്ഘാടനത്തിന് കാത്തിരിക്കാതെ അണികളുടെ ഇറങ്ങിപ്പോക്ക്. കാസർഗോഡിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരവും ആഹ്ലാദ നിർഭരവുമായ ഒരു മുഹൂർത്തത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടകൻ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് ഇവിടെ എത്താൻ സാധിക്കാത്തത് ദൗർഭാഗ്യകരമാണ്. തുടർന്ന് ചടങ്ങ് രാഷ്ട്രീയ വാക്പോരിന് വേദിയായി. ഓൺലൈൻ പ്രസംഗത്തിനിടെ ആദ്യം തുടങ്ങിയത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കേന്ദ്ര സർക്കാരിനുള്ള പ്രൊമോഷനാണെന്ന് പരിഹാസം. അരിക്കൊമ്പൻ റോഡ് എന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തമായ റോഡിന്റെ ചിത്രം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടം കേരളത്തോട് വിളിച്ചു പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പലപ്പോഴും കേന്ദ്ര പദ്ധതികൾക്കടക്കം വലിയ പ്രൊമോഷൻ ആകാറുണ്ട്. പിന്നാലെ എത്തി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി. ഇവിടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സംസാരത്തിനിടയിൽ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചരണങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണങ്ങൾ ഇനിയും തുടരും. കേന്ദ്ര ഫണ്ട് എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് വരുന്നതല്ല. കേരളത്തിലെ ഒരു പൗരൻ നൽകുന്ന നികുതി പണത്താൽ നിറയുന്ന ഖജനാവിൽ നിന്ന് വരുന്ന പണമാണ്. അത് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ അവകാശമാണ്. അതല്ലാതെ ഔദാര്യമില്ല. രാഷ്ട്രീയ പോർവിളിക്കിടെ വിവിധ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിച്ചു. 24 കാസർഗോഡ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.